ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു മട്ടൻ്റെ ബോട്ടിൽ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കുക്ക് ചെയ്ത് റെഡിയാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം മട്ടൻ്റെ ബോട്ടിയൊക്കെ വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് അത് മേടിക്കാൻ കാരണം. നമ്മളിപ്പോൾ ഒരു 4-5 വെള്ളത്തിൽ നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഇതിലോട്ട് മാറ്റുവാണെങ്കിൽ കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു 5-6 നല്ല വിസിൽ കേട്ടതിന് ശേഷം മസാല ആക്കി എടുക്കാനുള്ള പരിപാടിയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മാർക്കറ്റിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് മട്ടൻ കടയിൽ ബോട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നതിൻ്റെ പേരിലാണ് നമ്മൾ ചോദിച്ചത്. 10 റിയാലായി. നല്ല ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുരുമുളക് ഇട്ടൊന്ന് വരട്ടണം. ബോട്ടിന്ന് പറയൂലല്ലേ? ചെറിയ ചെറിയ പീസാക്കി വെട്ടി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നല്ല വൃത്തിയുണ്ട്. വൃത്തി കണ്ടുകൊണ്ടാണ് നമ്മൾ മേടിക്കാതെ വെച്ചത്. അന്നേരപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതാണ് ഉൾപ്പെടുത്തുന്നത്. ഇത് ഗുബൂസും വെക്കാനുള്ള ഇതാണ്. അപ്പം നമ്മളിത് വരട്ടി ഫ്രൈ ആക്കി എടുക്കുന്നതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇപ്പം ഡ്യൂട്ടിയൊക്കെ നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 6-7 പിസിൽ നല്ല വൃത്തിക്ക് കേൾക്കണം. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുന്ന ഒരു ശകല വെള്ളവും മഞ്ഞപ്പൊടിയും ഇട്ട് അടച്ച് ഒരു 6 പിസിൽ കേട്ട് കഴിഞ്ഞാൽ റെഡിയായി. എത്ര ഫിസിലൊന്നും അറിയില്ല, എന്നാലും നമ്മളൊരു ഏകദേശം ഇത് പറയുവാണ്. ഓക്കെ, ഹായ് ബോലോ. हाय फ्रेंड, क्या है आप लोगों का? कैसे हो? ठीक हो? തക്കാളി കഴിയണം. UP കാരനാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആനന്ദാണ്. ഇന്ത്യയിലാണ്, UP പ്രദേശം. അപ്പോൾ ആനന്ദാണ് സവാളയൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സവാള അരിയാനുണ്ട്. മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് ഒരു 6-5 പിസിൽ 6-5 പിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു കാര്യം ചെയ്യും, കറിവേപ്പില ഞങ്ങളിപ്പം മാർക്കറ്റിൽ കയറിയിട്ട് കിട്ടിയില്ല. ഫിസിലിൻ്റെ എണ്ണം പറയണ്ട, ചിലപ്പോൾ കൂടുതൽ വേണമെന്നില്ല. അല്ല, നമ്മുടെ ഫിസിൽ നമ്മളൊരു രീതിയാണ് പറയുന്നത്. നിങ്ങൾ ഇതനുസരിച്ച് വെക്കാൻ നിൽക്കണ്ട. പലതിനും പല വേവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം പോലെ വെള്ളം മതി. വെള്ളം ഞാൻ കയറി അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇനി നമ്മൾ കുക്കറൊന്ന് അടയ്ക്കട്ടെ. കുക്കർ നാട്ടിൽ നിന്ന് ഒരാൾ മിക്സർ കൊണ്ട് തന്നെ അത് കിട്ടിയതാണ്. അത് കഴിച്ചതാണ്. മിക്സി ഇല്ലാത്തതുകൊണ്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും ചെറുജീരകവും ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചെറിയ ജീരകം ഇട്ടല്ലേ? നമ്മൾ ഫ്രഷ് തേങ്ങ മേടിച്ച് ചെറുകി ചെയ്ത് മിക്സി ഇല്ല, എന്നാലും നമ്മൾ ഇതിലിടുമ്പോൾ കുറച്ചുകൂടെ നല്ലതാവും. മസാലയുടെ സവാളയും തക്കാളിയും പച്ചമുളകും വാഴ എല്ലാം റെഡി ആയിട്ടുണ്ട്. 3 പിസൊക്കെ കേട്ടാലേ റെഡി ആകത്തുള്ളൂ. ഇതാണ് മസാലയുടെ. നമ്മളെ സ്റ്റൗവൊക്കെ പോയി ഇരിക്കുകയാണല്ലേ? നമ്മളെ സ്റ്റൗ അല്ല, നമ്മൾ കുറച്ച് ദിവസം ആയി കുക്ക് ചെയ്തിട്ട്. आनंद भाई कैसा है? पहले बार खा रहा है ना भाई? पहली बार खा रहा है, बना के बहुत टेस्टी है, एकदम 1 नंबर का है। जिसको दिल है हमारा रेसिपी देखो और इसी तरह सेम बनाओ और खाओ। 1 नंबर का भाई, टेस्ट एकदम मस्त। यूपी वाला आदमी बना, वो थोड़ा हेल्प कर रहा है। ये बना रहा है. നമ്മളെ കൂടെ ഉള്ളവനാണ്, UP-യിലാണ് അവൻ ഉണ്ടാക്കിയത്. വേറെടുത്തുണ്ട് UP-യിൽ, അവൻ കഴിക്കുകയൊന്നുമില്ല. പക്ഷേ ഇവ എല്ലാത്തിനും കൂട്ടുകയും ചെയ്യും, ഇവെല്ലാം കഴിക്കുകയും ചെയ്യും. റെഡിയായി എന്നു പറയണം. ആദ്യമായിട്ട് തന്നെ കഴിക്കണം, പക്ഷേ അടിപൊളിയായിരുന്നു. ഇനിയും വാങ്ങിക്കൊണ്ട് വരാനാണ് പറയണത്. ഇത് എവിടെ കിട്ടുമെന്ന് അവൻ ചോദിക്കണം. അവനെ തന്നെ ഏൽപ്പിച്ചു എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട്. सही है भाई, एकदम मस्त है, एकदम मस्त है. अच्छा, നമ്മുടെ
മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല റെഡി ആയപ്പോൾ മട്ടൻ്റെ ബോട്ടി വെന്തത് നമ്മൾ മസാലയിലേക്ക് മാറ്റുവാണ്. നമ്മുടെ നാട്ടിൽ വയ്ക്കുമ്പോൾ ഇത്ര വലിയ പീസ് ആക്കൂലേ, ചെറിയ ചെറിയ പീസ് ആക്കുമായിരുന്നു. ഇവിടെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പീസിലിട്ട് നമുക്കറിയാന്നുള്ള രീതിയിൽ വെക്കുകയാണ്. ഇപ്പോൾ ഫ്രൈ ആക്കണത് കുറച്ചുകൂടെ അല്ലേ? ബോട്ടി നല്ലതുപോലെ നല്ല വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. 6 വിസിലെന്നൊക്കെ പറഞ്ഞെങ്കിലും 60 വിസിലായി എന്നാണ് തോന്നുന്നത്. ആരോഗ്യത്തിൽ വെച്ച സാധനമാണ്. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് കുടിച്ചാൽ കുടിക്കണോ? ഇതാവാം, കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റാണ്ടല്ലേ? പറ്റാണ്. ഇതിൻ്റെ കൂടെയാണ് കഴിക്കണല്ലേ? നമുക്ക് ഒരു ഗ്ലാസ് അരി ഇടാണ്ട് കിടന്നു. സവാള ഒന്ന് വാടി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർച്ചയാണ്. അതിന് സവാളയൊക്കെ വാടി ആ പച്ചമുളക് ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ഹരിതത്തിൻ്റെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല മണമുണ്ട് കേട്ടോ. മട്ടൻ പൊട്ടിയൊക്കെ റെഡിയായി, നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ അബൂക്കാസ് നല്ല ആവി പറക്കണ ചോറ്. ഇവിടുത്തെ നല്ല ബിരിയാണി റൈസാണ് അബൂക്കാസിൻ്റെ അരി. അതും ഇപ്പം നമ്മൾ ചോറും കൂടെ കഴിക്കാൻ പോകും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ പറയാം. അതെ, ഇപ്പം മണി ഇവിടെ സൗദിയിൽ എത്ര ആയെന്നറിയാം? ഇവിടെ 2 മണിയായി, നാട്ടിൽ നേരം വെളുത്ത്. നേരം വെളുത്ത്. അപ്പം നമ്മൾ കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. നല്ല പീസൊക്കെയാണ്. ബിസ്മില്ല പറഞ്ഞു. അച്ഛ കോഴി നമ്മളെ യൂപി ബായി ഉണ്ട്, അവന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ള. भाई चावल निकालो, पहले डालो, मुश्किल नहीं. चावल डाल रहे हैं. ബോട്ടി നമ്മൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ ചതച്ച ചേർത്തിയാണ്. ആദ്യമായിട്ടാണ് വെച്ചതല്ലേ നമ്മൾ ബോട്ടി. ആവി പറക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചോറ് എടുത്തിട്ടുണ്ട് യോപ്പി. അവനും കൂരാണ്. അതിൻ്റെ പെട്ടോ അപ്പോൾ യൂപ്പി പയ്യൻ കഴിക്കാൻ പോവുകയാണ്. മസ്തി മസ്ത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെല്ലാം പറയുന്ന പോലെ മാക്സിമം വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.